ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് HTC 616ൻ്റെ ബ്ലൂ ലൈറ്റ് ഡിസ്പ്ലേയുടെ ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ കംപ്ലയിൻസിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, ഈ ഫോൺ എങ്ങനെയാണ് അഴിക്കുന്നതെന്ന് അറിയാനായിട്ട് മുകളിൽ കാർഡിൽ ഒരു കാർഡ് പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ഞെക്കിയാൽ ആ വീഡിയോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. HTCക്ക് ഈ 616ന് സാധാരണയായിട്ട് വരുന്നത് ഒരു ചെറിയൊരു ബ്ലൂ ലൈറ്റായിട്ട് വന്നേച്ച്, ചെറിയ സൈഡൊക്കെ നമ്മൾ തിരിച്ചൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് മാത്രം കാണും. അങ്ങനെയുള്ള കംപ്ലൈൻ്റാണ്, അങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കാണ് മുകളിൽ കാർഡ് പോലെ വരുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അത് ഒരു ബ്ലൂ ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു സൊല്യൂഷനാണ്. സ്ക്രീൻ തെളിയാൽ ചെറിയൊരു ലൈറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അടുത്തത്, ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ലൈറ്റിൽ സാധാരണ വരുന്ന കമ്പോണൻസ് ഞാൻ പറയാം. ഇത് കണ്ടോ, ഒരു കോയിലിരിക്കുന്നത്. ഈ കോയിൽ സാധാരണ ഡാമേജ് ആണെങ്കിൽ ഡിസ്പ്ലേ ലൈറ്റ് പ്രശ്നം വരും. കോയിൽ, ഈ റെഗുലേറ്റർ, ഈ കപ്പാസിറ്റർ, അങ്ങനെയുള്ള ഈ കളത്തിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഇതിനകത്ത് ഒരു ഡയോഡും ഒരു കോയിലും, ഒരു ചെറിയൊരു കറുത്ത ഒരു കോയിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 5-6 സ്പെയറേ ഉള്ളൂ. ഈ 5-6 സ്പെയറും നിങ്ങൾ മാറി നോക്കുക, റീപ്ലേസ് ചെയ്ത് നോക്കുക. റീപ്ലേസ് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഈ കമ്പോണൻസ് ഒന്നുമില്ലാതെ കൊണ്ട് നമുക്ക് ലൈറ്റ് വരുത്താൻ പറ്റും, ഡിസ്പ്ലേയിൽ ലൈറ്റ് വരുത്താൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഈ മുകളിൽ കാണുന്നത്. ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.